ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു സെയിം സംശയമായിരുന്നു. അവരുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള പബ്ലിക് വാച്ച് ടൈം വലിയ രീതിയിൽ ഡ്രോപ്പ് ആകുന്നു എന്നുള്ളത്, കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ 15 മുന്നേ നമുക്ക് 3 മിനിറ്റ്സ് വരെയുള്ള ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒക്ടോബർ 15 ശേഷം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 മിനിറ്റിലധികം 3 മിനിറ്റിൽ താഴെയായിട്ട് നമുക്ക് ഷോർട്സ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുന്നേ നമ്മൾ ഓൾറെഡി ഒരുപാട് ലോങ് വീഡിയോസ് 3 മിനിറ്റിൽ താഴെയുള്ള ഷോർട്സ് റേഷ്യോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അന്ന് നമുക്ക് അറിയില്ലല്ലോ അത് ഇങ്ങനൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം പലരും ലോങ് വീഡിയോ ഈ രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒക്ടോബർ 15 മുന്നേ എന്താണ്, ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഒക്ടോബർ 15 ശേഷം ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചതൊക്കെ ഷോർട്സ് ആകുമ്പോൾ, അങ്ങനെ ഷോർട്സ് ആകുമ്പോൾ അതിൻ്റെ പബ്ലിക് വാച്ച് ടൈം ഒക്കെ യൂട്യൂബ് മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമുക്കറിയാം, പബ്ലിക് വാച്ച് ടൈം എന്നുള്ളത് ലോങ് വീഡിയോയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഷോർട്സ് വീഡിയോൻ്റെയും ലോങ് വീഡിയോയുടെയും എല്ലാം കൂടിയുള്ള വാച്ച് ടൈം കാണിക്കും. അത് നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത്രയും കാണുന്നുണ്ടായിരിക്കില്ല, വളരെ കുറവായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ രണ്ടും കൂടി എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഷോർട്സും ലോങ്ങും എല്ലാം കൂടി. പക്ഷെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുമ്പോൾ ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം ആ ഒരു 4000 വാച്ച് ടൈം എന്നതിലേക്ക് ആഡ് ചെയ്യും. അതല്ല, നമുക്ക് ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കില്ല. പകരം ഷോർട്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് എടുക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്ന് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ 1000 സബ്, അതല്ലെങ്കിൽ 4000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 1000 സബ്, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പോൾ അനലിറ്റിക്സിൽ നമ്മൾ കണ്ടു രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് വലിയൊരു വാച്ച് ടൈം കാണിക്കും. പക്ഷെ അത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എന്നുള്ള ഭാഗത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ആകും. നമുക്ക് ഷോർട്സിലൂടെ കിട്ടിയ വ്യൂസ് 10 മില്യൺ ഷോർട്സ് വ്യൂസ് എന്നുള്ളതിലേക്കാണ് യൂട്യൂബ് എടുക്കുക. അപ്പൊ പിന്നെ അതിന്റെ വാച്ച് ടൈം യൂട്യൂബ് എടുക്കില്ല. അത് ഷോർട്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് യൂട്യൂബ് നീക്കി വെച്ചു. പകരം 4000 വാച്ച് ടൈമിലേക്ക് ലോങ് വീഡിയോയിൽ നിന്നുള്ള വാച്ച് ടൈമും എടുത്തു. അപ്പൊ അത് സ്പ്ലിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ആ ഒരു കുറവ് കാണുന്നത്. അപ്പൊ ആ ഒരു സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒക്ടോബർ 15 ശേഷം യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒക്ടോബർ 15 ശേഷം നമുക്ക് 3 മിനിറ്റ്സ് വരെ ലോങ് വീഡിയോ അല്ല, അതായത് ഷോർട്സ് റേഷ്യോയിൽ നമ്മൾ വീഡിയോ ചെയ്ത്, ഈ ഒരു റേഷ്യോയിൽ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, ലോങ് വീഡിയോ ആണ്. പക്ഷെ ഒക്ടോബർ 15 മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പലരും ചോദിച്ചൊരു സംശയം അതാണ്. ഒക്ടോബർ 15 മുന്നേ, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് വരുമെന്ന് നമുക്കറിയില്ല. അതിന് മുന്നേ ഒക്കെ നമ്മൾ ചെയ്ത ലോങ് വീഡിയോ ഉണ്ടായിരിക്കും ഷോർട്സ് റേഷ്യോയില്. അതൊക്കെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വാച്ച് ടൈം ഡ്രോപ്പ് ആകുമല്ലോ. ഒരു നല്ലൊരു സംശയമാണെന്ന് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതായത് ഒക്ടോബർ 15 മുന്നേ നമ്മൾ ഏത് റേഷ്യോയിൽ, ഇനിയിപ്പോൾ ഈ റേഷ്യോയിൽ എങ്ങനത്തെ റേഷ്യോയിൽ നിങ്ങൾ 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ചെയ്താൽ അത് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷവും ഒക്ടോബർ 15 മുതലുള്ള എല്ലാ വീഡിയോയും 3 മിനിറ്റിൽ താഴെയുള്ള ഈ റേഷ്യോയിലുള്ള വീഡിയോ ആണെങ്കിൽ പോലും അത് ലോങ് വീഡിയോ തന്നെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം ഒന്നും യൂട്യൂബ് മൈനസ് ചെയ്യുന്നതല്ല. അപ്പൊ അത് ആ ഒരു സംശയം നിങ്ങൾ മാറ്റി വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി, കൺഫ്യൂഷൻ നിങ്ങൾക്ക് വല്ലാതെ ഉണ്ടെങ്കിൽ, ഷോർട്സിൽ നിന്നുള്ള വാച്ച് ടൈം യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. ഷോർട്സ് വ്യൂസിലേക്കാണ് എടുക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 15 ശേഷം 3 മിനിറ്റ് ഉള്ള ഷോർട്സ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഷോർട്സ് വ്യൂസിൽ നിന്നുള്ള വാച്ച് ടൈം യൂട്യൂബ് എടുക്കുന്നില്ല. രണ്ടാമത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ 15 മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബ് ഷോർട്സ് ആയിട്ടാണ് പരിഗണിക്കും, കൺവേർട്ട് ചെയ്യും. അപ്പൊ മൊത്തം വാച്ച് ടൈം അങ്ങ് ഡ്രോപ്പ് ആകും എന്നുള്ളതാണ്. അങ്ങനെയില്ല. ഒക്ടോബർ 15
15 വരെയുള്ള എല്ലാ വീഡിയോയും ഈ ഷോർട്സ് റേഷ്യോ ആണെങ്കിൽ പോലും 3 മിനിറ്റിൽ താഴെയാണെങ്കിലും അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് യൂട്യൂബ് പരിഗണിക്കുക. അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ യൂട്യൂബിലെ വാച്ച് ടൈം ഡ്രോപ്പ് ആകുന്നത് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടല്ല. അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും. നിങ്ങൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്പാം ആകുന്നതൊക്കെ ആയിരിക്കും. അപ്പം ആ രീതിയിലായിരിക്കും നിങ്ങളുടെ പബ്ലിക് വാച്ച് ടൈം കുറയാനുണ്ടായ കാരണം. അതല്ലാതെ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നത് കൊണ്ടല്ല. ഒരുപാട് പേര് ഈ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംശയം. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.